വടകരയിലെ കാഫി സ്ക്രീൻഷോട്ട് കേസിൽ CPM നേതാവ് KK ലതികയ്ക്കെതിരെ കേസ് എടുക്കില്ല. ലതികയെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് UDFന്റെ തീരുമാനം. സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് ലതിക FB പോസ്റ്റ് പിൻവലിച്ചിരുന്നു. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ കോഴിക്കോട്ട് മഴയില്ല, കോഴിക്കോട്ട് വാർത്തയുടെ ചൂട് മാത്രമേ ഉള്ളൂ അല്ലേ? മഴ മാറി നിൽക്കുന്നുള്ളൂ. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. മാത്രമല്ല പല പ്രദേശങ്ങളിലും രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നഗരത്തിൽ മഴയില്ല. ഓക്കെ, അപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ KK ലതികയ്ക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. UDF പ്രതിഷേധം ശക്തമാക്കാൻ പോകുന്നു. ഇനി ഈ കേസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക VS രഞ്ജിത്ത്? ഇതിൽ ഇപ്പോൾ KK ലതികയെ പ്രതി ചേർക്കണം, KK ലതികയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് UDF ആവശ്യപ്പെടുന്നത്. പക്ഷേ നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ KK ലതികയെ പ്രതി ചേർക്കുകയോ പ്രതി ചേർക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും വിധത്തിൽ പ്രതി ചേർക്കണമെങ്കിൽ UDFന്റെ സമരം ശക്തമാക്കി UDF ഈ ആവശ്യവുമായി രംഗത്തിറങ്ങുകയും ഈ ആവശ്യത്തിനു വേണ്ടി DGPക്ക് പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇനി സമര പ്രക്ഷോഭങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ആ സമരത്തിൻ്റെ ഭാഗമായി മറ്റോ ഇനി പ്രതി ചേർത്താൽ മാത്രമേ ഉള്ളൂ. നിലവിൽ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തില്ല. അങ്ങനെ പ്രതി ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ്. പോരാളി ഷാജി, അതുപോലെ തന്നെ ചെങ്കതിർ തുടങ്ങിയിട്ടുള്ള അണ്ടിമുക്ക് സഖാക്കൾ, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ പേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേജുകളുടെ അഡ്മിൻ ആരാണെന്നും ഈ അഡ്മിന്മാരിൽ ആരാണിത് പോസ്റ്റ് ചെയ്തതെന്നും അവർക്കിത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ പോരാളി ഷാജിയൊക്കെ ഇത് പോസ്റ്റ് ചെയ്തതാണ് കുറ്റമെങ്കിൽ KK ലതികയും ഇതിൽ കുറ്റക്കാരിയാണ്. കഴിഞ്ഞ ദിവസം KT കുഞ്ഞിക്കണ്ണൻ നമ്മുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞതാണ് ഒരു പിശക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ആ പിശക് പോലീസ് ഇതുവരെ പക്ഷേ അംഗീകരിച്ചിട്ടില്ല. ഏതായാലും അത് പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് കേസെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അതുകൊണ്ട് കേസെടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ UDF ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾക്ക് സമ്മർദ്ദങ്ങൾക്കുമൊക്കെ തയ്യാറെടുക്കുകയാണ്. ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. KK ലതികയ്ക്കെതിരെ നടപടി ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും. പോരാളി ഷാജി അതാരാണെന്ന് അറിയില്ല കേട്ടോ. അതൊരു ഗ്രൂപ്പാണ്. ആ ഫേസ്ബുക്ക് പേജിൻ്റെ പ്രധാനപ്പെട്ട അഡ്മിനുകളെ കണ്ടെത്തിക്കഴിഞ്ഞ് അത് പോസ്റ്റ് ചെയ്തയാളെ പോലീസ് കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വ്യാജമായിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നതും കുറ്റകൃത്യമായി തീരും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് KK ലതികയ്ക്കെതിരെ നടപടി എടുക്കുന്നില്ല? ഇതാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ചോദ്യം. ഇനി അത് വരും ദിവസങ്ങളിൽ ചൂടുപിടിക്കുന്നത് ഈ അർത്ഥത്തിലായിരിക്കും. UDF ശക്തമായ പ്രതിഷേധത്തിനൊരുക്കും. അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കച്ചിത്തുരുമ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് വടകരയിൽ തങ്ങൾ പറഞ്ഞതാണ് ശരി എന്നത് UDFന് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതവർ പാഴാക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും. അതുകൊണ്ട്